ആശാ വർക്കേഴ്സിന്റെ സമരത്തോട് ആദ്യ ദിവസം മുതൽ സർക്കാരിന് അവഗണനയായിരുന്നു. പരിഹാസവും ഭീഷണിയുമെല്ലാം നേരിട്ടിട്ടും സമരം ഇപ്പോഴും ശക്തമായി തുടരുന്നത് വലിയ ഇച്ഛാശക്തി കൊണ്ടാണ്. ഇന്ന് നിരാഹാര സമരത്തിലൂടെ മൂന്നാം ഘട്ട സമരം ആരംഭിക്കുമ്പോൾ സർക്കാർ വീണ്ടും പ്രതിരോധത്തിലാകും. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന ഫെബ്രുവരി 10-നാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സമരം ആരംഭിച്ചത്. സമരങ്ങൾ പലതു കണ്ട സെക്രട്ടേറിയറ്റ് പരിസരത്തിന് ആദ്യ ദിവസം ആ സമരത്തിൽ പ്രത്യേകത തോന്നിയില്ല. സമരം 5-ാം ദിവസത്തിലെത്തിയപ്പോൾ ഫെബ്രുവരി 14-ന് നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥർ ആദ്യ ചർച്ചയ്ക്ക് വിളിച്ചു. സമരക്കാർ കുടുംബസംഗമം വിളിച്ചു ചേർത്ത ഫെബ്രുവരി 15-ന് ആരോഗ്യമന്ത്രിയുമായി ആദ്യ ചർച്ച. ആ ചർച്ച പരാജയപ്പെട്ടതോടെ സമരത്തിന് വലിയ മാധ്യമ ശ്രദ്ധ ലഭിച്ചു. ഫെബ്രുവരി 20-ന് നടത്തിയ മഹാസംഗമം കടലാസ് സംഘടന എന്ന് കളിയാക്കിയവർക്ക് കനത്ത തിരിച്ചടിയായി. ആൾക്കൂട്ടത്തെ കണ്ട സർക്കാരും വിരണ്ടു. ആദ്യം അംഗീകരിക്കില്ലെന്ന് കരുതിയ പല ആവശ്യങ്ങളും പിന്നീട് അംഗീകരിക്കാൻ നിർബന്ധിതരായി. സമരം ആരംഭിച്ചപ്പോഴുണ്ടായിരുന്ന 3 മാസം കുടിശ്ശിക തീർത്തു. ആദ്യം 2 മാസത്തെയും പിന്നാലെ അടുത്തതും കൊടുത്തു തീർത്തു. ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരുന്ന മാനദണ്ഡങ്ങൾ പിൻവലിച്ചു. അനുദിനം ശക്തി പ്രാപിച്ച സമരപ്പന്തലിലേക്ക് രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളുടെ ഒഴുക്കായിരുന്നു. മാർച്ച് 3-ന് നടത്തിയ നിയമസഭാ മാർച്ച് സമരവീര്യം വീണ്ടും അടയാളപ്പെടുത്തി. അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8-ന് വനിതാ സംഗമം സംഘടിപ്പിച്ചു. മാർച്ച് 17-ന് നടത്തിയ സെക്രട്ടേറിയറ്റ് ഉപരോധം ആശാ വർക്കേഴ്സിന്റെ സമരവീര്യത്തിന്റെ സാക്ഷ്യമായി. ഏറ്റവും ഒടുവിൽ ഇന്നലെ വീണ്ടും നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥരും ആരോഗ്യമന്ത്രിയും ചർച്ചയ്ക്ക് വിളിച്ചു. ചർച്ചയിൽ വിജയമുണ്ടായില്ല. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കേട്ടിട്ടും സമരവീര്യത്തിന് ഇപ്പോഴും തെല്ലും കുറവില്ല. സമരത്തിന്റെ 3-ാം ഘട്ടമായ അനിശ്ചിതകാല നിരാഹാരത്തിന് ഇന്ന് തുടക്കമാവും. 39 ദിവസം പിന്നിടുന്ന ഈ സമരത്തോളം 2ാം LDF സർക്കാരിനെ പിടിച്ചുകുലുക്കിയ മറ്റേതെങ്കിലും സമരമുണ്ടായിട്ടില്ല. സലിം മാലിക്, 24, തിരുവനന്തപുരം.